വലുതുമായ ശുദ്ധി. ഇനി ചെറിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാലും ഉദു ചെയ്യല. അതിന്റെ ഷർത്ത് 5 ഉണ്ട്. ആ 5 ഷർത്ത് ഉണ്ടെങ്കിൽ മാത്രമേ എന്താ ഉള്ളൂ ഉദു ചെയ്താൽ ശരിയാവുള്ളൂ. ഏതൊക്കെയാണ്? ഒന്ന് മാഉൻ മുത്ലഖുൻ, ശുദ്ധമായ വെള്ളമായിരിക്കണം. മുത്ലഖ് എന്ന് പറഞ്ഞാൽ പ്രത്യേകമായ നിബന്ധനകളില്ലാതെ പറയണ വെള്ളം. വെള്ളം എന്ന് ചോദിച്ചാൽ കിട്ടണ വെള്ളം. കുറച്ച് വെള്ളം എന്ന് പറഞ്ഞാൽ കിട്ടുന്ന വെള്ളം. അതാ ഇനി അശുദ്ധിയെ ഉയർത്തൂല, വലാ യുസീലു നജസ, നജസിനെ നീക്കുകയുമില്ല, വലാ യുഹസ്സലു സായിറു ത്വഹാറത്തി, മറ്റു ശുദ്ധീകരണങ്ങളും കരസ്ഥമാക്കപ്പെടുകയില്ല. അല്ലെ വലാ യുഹസ്സിലു, കരസ്ഥമാവുകയില്ല, സായിറു ത്വഹാറത്തി വലോ മസ്നൂനത്തൻ, അത് സുന്നത്തോ ഫർളോ എന്നല്ല, ഒരു ശുദ്ധീകരണവും നടക്കൂല. ഇല്ലൽ മാഉൽ മുത്ലഖു, ത്വഹൂറായ വെള്ളം കൊണ്ടല്ലാതെ. ഇപ്പൊ സുന്നത്തായ കർമ്മം ചെയ്യാണ്, ഇപ്പൊ നമ്മള് വെറുതെ ഉടുക്കാണ്. ഉദു നിർബന്ധമൊന്നുമില്ല. ഇപ്പൊ നമ്മളിപ്പോ ഇവിടുന്ന് യാത്ര പോവാണ്, ഉതുർക്കൽ നിർബന്ധമുണ്ടോ? നിർബന്ധമില്ല. ഉദുവിന് സുന്നത്തേ ഉള്ളൂ. ആ സുന്നത്തായ ഉദു കഞ്ഞിവെള്ളം കൊണ്ട് ഉതിർക്കാൻ പറ്റൂല ആണ് പിന്നെ പറഞ്ഞത്. ഒറ്റടിക്ക് പറഞ്ഞ കുറെ പറയുമ്പോ മനസ്സിലാവൂല. ഇനി ഈ തൊഹൂറ് മുത്തലക്ക് എന്ന് പറഞ്ഞാൽ ഏതാ? മുത്തലക്ക് പറഞ്ഞാൽ നിബന്ധന ഇല്ലാതെ പറയാ. അതാ ഒരു നിബന്ധന ഇല്ലാതെ വെള്ളം, പ്യൂർ വാട്ടർ എന്ന് പറയും. തനി വെള്ളം. വെള്ളം എന്ന് ചോദിച്ചാൽ വെള്ളം കിട്ടും. അപ്പൊ ഇനി വെള്ളം പിന്നെ ശുദ്ധമായ വല്ല വസ്തുക്കളും തിളപ്പിച്ച് അതിന്റെ നീരാവി സ്വരൂപിച്ചാലോ അതും വെള്ളമായി മാറുമല്ലോ. അറിയില്ലേ? കാർമേഘങ്ങളല്ലേ മാഷെ, പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? ഭൂമിയിൽ നിന്ന് ഇങ്ങനെ ഉയരുന്ന നീരാവികളൊക്കെ കട്ട പിടിച്ചല്ലേ തിരിച്ചു മഴയത്. മഴവെള്ളം ശുദ്ധം, വളരെ ശുദ്ധമായ വെള്ളമാണ് എന്നല്ല, അത് വലിയ മരുന്നുമാണ്. മഴവെള്ളേ ഡയറക്റ്റ് സംഭരിക്കാൻ കഴിഞ്ഞാൽ എവിടെയും വീണ്ടും ഒലിച്ചേരാൻ പാടില്ല. ഡയറക്റ്റ് വരുമ്പോൾ സംഭരിക്കണം. അപ്പൊ ഈ ക്ലാസ് പറഞ്ഞാൽ ശരിയാവില്ല, അത് നമുക്ക് വേറെ പറയാം കേട്ടോ. പിന്നെ പറഞ്ഞാലേ അതൊക്കെ എന്നാലേ എങ്ങനെയെങ്കിലും ഏതെങ്കിലും ക്ലാസ് പറയാൻ പറ്റിയല്ലേ, ആയിക്കോട്ടെ. അപ്പൊ അതിന് പിന്നെ ആ വെള്ളം പിടിച്ചാൽ നടക്കും. ഇപ്പൊ മയച്ചുമ്പളേ മനസ്സിലായോ? ചൂടാക്കപ്പെട്ട വെള്ളത്തിന്റെ പുകയിൽ നിന്ന്, പുകാറ നീരാവിയിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതാണെങ്കിലും ശരി. അപ്പൊ വെള്ളം തിളപ്പിച്ച് അതിനാ നീരാവി മറ്റു പാത്രത്തുമുണ്ടാവും. കണ്ടില്ലേ? അത് തിരിച്ചു പിടിച്ചാൽ അങ്ങനെ ശീല മറ്റൊക്കെ വെച്ച് അല്ലെങ്കിൽ മറ്റ് അതെടുക്കുന്ന സംവിധാനമൊക്കെ വെച്ചാൽ വെള്ളം എന്താവും? ഹാവിയായിട്ട് ഇവിടെ ഇങ്ങനെ വന്ന് ചോടും. വളരെ ക്ലിയർ വെള്ളമാണ്. കാരണം ഒരു കലർപ്പും അതിനുണ്ടാവില്ല. ഈ വെള്ളത്തിന്റെ സൈഡ് എഫക്റ്റുകളൊന്നും അതിലുണ്ടാവില്ല. വളരെ ശുദ്ധീകരിക്കപ്പെട്ട വെള്ളമായിരിക്കും. പഴയ കാലത്ത് ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ എന്താവും? അതിന് ചേർക്കുന്ന വെള്ളമുണ്ട്. അതൊക്കെ ഇതേപോലെ എടുക്കുന്ന വെള്ളങ്ങളാണ്. ഒരു കംപ്ലൈന്റും ഇല്ലാത്ത വെള്ളം. പിന്നെ അലിഞ്ഞു ചേരുന്ന വസ്തുക്കൾ അലിഞ്ഞു ചേർന്നാലും ശരി, അതിനും കുഴപ്പമില്ല. അതായത് ശുദ്ധമായ എന്തെങ്കിലും വേവിച്ചതിന്റെ നീരാവിയാണെങ്കിലും കുഴപ്പമുണ്ടാവില്ല. ശുദ്ധമായതാവണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മള് ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അതിന്റെ നീരാവി ഇങ്ങനെ സ്വരൂപിച്ചു, അതിങ്ങനെ എന്തായി ഇങ്ങനെ വന്നിട്ട് തീക്ക് ചാടി, മതി, നല്ല വെള്ളമാണ്. കാരണം ആ സാധനം അല്ലല്ലോ ഇവിടെ വരുന്നത്. അതാണ് ഇനി ഇപ്പോ ഒരു നിബന്ധനയും ഇല്ലാതെ പറയണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ ഇത് പറഞ്ഞത്. ആ വെള്ളത്തിന്റെ നിലനിൽപ്പിനോട് ചേർന്ന പേരുകൾക്കൊന്നും കുഴപ്പമില്ല. കിണറ്റിലെ വെള്ളം എന്ന് പറയും, കുളത്തിലെ വെള്ളം, പുഴയിലെ വെള്ളം, ഇതൊന്നും ഇപ്പൊ തടസ്സമല്ലാന്ന്. ഇപ്പോ കിണറ്റിലെ വെള്ളം കാട്ടിക്കാറാണോ കുടിവെള്ളം ചോദിക്കുമ്പോ? വേണ്ട, കുറച്ച് വെള്ളം കാണിച്ചാൽ ഞാൻ എന്താവും? എന്ത് വെള്ളം വേണ്ട വെച്ചാൽ കുടിക്കാനുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ കിണറ്റിലെ വെള്ളം തന്നെ എല്ലാവരും തരും. അവന് കിണറ്റിലെ വെള്ളം എന്ന് വേറെ പറയണ്ട. അത്തരം പേരിനൊന്നും പ്രശ്നങ്ങളില്ല. അതാ മുവാഫഖത്തിൽ വാക്കി, അതിന്റെ നിൽപ്പിനോട് ആവശ്യമായ നിബന്ധനയാണ് കുഴപ്പമില്ല. കമാഇൽ ബഹർ, കടൽ വെള്ളം അല്ലെങ്കിൽ പുഴ വെള്ളം എന്ന് പറയുന്നത് പോലെ. ബിഖിലാഫി മാ ലാ യുദ്കറു ഇല്ലാ മുഖയ്യദൻ, പിന്നെ നിബന്ധനയോടുകൂടെ അല്ലാതെ പറയപ്പെടാത്ത വെള്ളത്തിനെതിരുകൊണ്ട് ആ വെള്ളം കൊണ്ട് പറ്റൂല. ഇപ്പൊ നമ്മളൊരു കടയിൽ ചെന്നിട്ട് റോസ് വാട്ടർ ഉണ്ടോന്ന് ചോദിച്ചാൽ റോസ് വാട്ടർ തരുള്ളൂ. വാട്ടർ ഉണ്ടോ ചോദിച്ചാൽ ഏതെടുത്തരാ? ആരും റോസ് വാട്ടർ എടുത്തരില്ല. നല്ല സാധാ കുടിക്കാനുള്ള വെള്ളം എടുത്തരാ.
റോസ് വാട്ടർ പനിനീർ വെള്ളം കിട്ടണ എന്ത് ചെയ്യണം? പനിനീർ വെള്ളം തന്നെ ചോദിക്കണം എന്ന് മനസ്സിലായില്ല. അപ്പൊ നിബന്ധനയോട് കൂടെ ചോദിച്ചാലേ കിട്ടുള്ളൂ. പിന്നെ അതന്നെ ഇനിയിപ്പോ നമ്മൾ പറഞ്ഞത് ഒരു ശുദ്ധമായ വെള്ളം എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രത്യേക നിബന്ധന ഇല്ലാത്ത ശുദ്ധമായ വെള്ളം, ആ വെള്ളം തന്നെ മുസ്തഅമലാവാൻ പാടില്ല എന്ന് ധാരാളം പഠിക്കേണ്ട മേഖലയാണ്. അതാ ഒരു നിർബന്ധമായ ശുദ്ധീകരണത്തിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളമാകാൻ പാടില്ല. നിർബന്ധമായ ശുദ്ധീകരണം ഏതൊക്കെ? മിൻ റബ്ബി ഹദസിൻ അസ്ഗറ ഔ അക്ബറ, ചെറുതോ വലുതോ ആയ അശുദ്ധി ഉയർത്താൻ ഉപയോഗിച്ചതാൻ പറ്റൂല. അപ്പോ നമ്മൾ വുളു എടുക്കാൻ നിൽക്കുന്ന വെള്ളം, ഒരാൾ മുഖം കഴുകിയ വെള്ളമാണ് നമുക്ക് തന്നത്, ആ മുഖം അല്ലെങ്കിൽ വെള്ളം ഒരാൾ കുളിച്ച വെള്ളമാണ് നമുക്ക് ഇടുന്നത്, ജനാബത്ത് കുളിച്ച വെള്ളം നമുക്ക് തന്നു, ഇങ്ങനെ ഒഴിക്കൂലേ? ശുദ്ധമായ സ്ഥലം മനസ്സിലാവണില്ല. ശുദ്ധമായ സ്ഥലത്ത് നിന്നാണ്ട് എന്ത് ചെയ്തു? പാർന്നു. അയാൾ ആ വെള്ളം അപ്പുറത്തൊരു ബക്കറ്റ് വെച്ചിട്ടുണ്ട്, ആ ബക്കറ്റിലെ വെള്ളം നമുക്ക് കൂടെ നിന്ന് കൊണ്ട് തീർക്കാൻ പറ്റൂല. അതുകൊണ്ട് ഇയാൾ പറലായ കുളി കുളിച്ചതാണേ, പറ്റൂല. ഇനി അവിടെയൊക്കെയാണ് നമ്മൾ കുറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഉണ്ടോ. അതാ പിന്നെ നിയ്യത്ത് ചെയ്യാത്ത അനഫി ഒതുർത്താലും വേണ്ടില്ല. അതായത് നമ്മളിപ്പോ പറഞ്ഞ നിയ്യത്തോടു കൂടി വെള്ളം ഉപയോഗിച്ചാലാണ് ഉളു എന്ന് പറയാന്ന്. അപ്പൊ നിയ്യത്തില്ലാതെ ഉപയോഗിച്ചപ്പോ നമ്മളിതിന് ഉളു എന്ന് പറയില്ല. ഒരാൾ കുറെ വട്ടം മുഖം കഴുകിയെന്നുകൊണ്ട് എന്താവൂല? ഉളു ആവില്ലത്. ഒരാൾ കുറെ കയ്യകയാണ് ഉളു ആവില്ല, നിയ്യത്തോടു കൂടി കഴുകണല്ലോ. അപ്പൊ ഇനി അനഫികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക നിയ്യത്ത് ചെയ്യൽ നിർബന്ധമില്ല. അവർ പൊതു ചെയ്യുമ്പോ നമ്മളിപ്പോ പറയാ നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്നോ ഒക്കെ നിയ്യത്ത് ചെയ്യലോ, ഇതിന് ശേഷം പറയണ്ടേ. അപ്പൊ ആ നിയ്യത്തൊന്നും വെക്കല്, ഓലാണ് കഴുകലുള്ളൂ. നിസ്കരിക്കാൻ വന്നാലും അങ്ങനെ തന്നെ, ഓലാണ് കെട്ടലുള്ളൂ. ഒരു നെയ്യില്ല, പിന്നെ വേറെ നെയ്യത്ത് വെക്കേണ്ട നിർബന്ധമില്ല. വെക്കല് സുന്നത്തുണ്ട്, ഇത്രയേ ഉള്ളൂ. എന്താ കാരണം എന്നാ, അവരുടെ മദ്ഹബ് പ്രകാരം നെയ്യത്ത് പ്രത്യേകം വെക്കേണ്ട ആവശ്യമില്ല. ഉളുടുക്കാൻ ചെന്നാൽ അതന്നെയാണ് നെയ്യത്ത് അതിൻ്റെ എന്നാണ് പറയുന്നത്. നമുക്കത് പോരാ, നമുക്ക് സെപ്പറേറ്റ് നെയ്യത്തുണ്ട്. അപ്പൊ ഇനി അവിടെയാണ് നമ്മളിപ്പോ ഒരു അനഫി ഒതുക്കുന്നുണ്ട്, ഓ നെയ്യത്തൊന്നും വെച്ചിട്ടില്ല, സുന്നത്താണെങ്കിലും ഓ വെച്ചിട്ടില്ല. എന്നാ ആ അനപ്പി ഒതിർത്ത വെള്ളം കൊണ്ട് നമുക്ക് ഒതിർക്കാൻ പറ്റുമോ? ഓന്റെ ഇങ്ങനെ താടമെന്ന് ചാടുന്ന വെള്ളം എടുത്ത് നമുക്ക് കഴുകാൻ പറ്റുമോ? പറ്റൂല. അതുകൊണ്ട് ഓനും ഒരു പറലായ ശുദ്ധീകരണമാണല്ലോ. നമ്മളത് പ്രകാരം ശരിയാണോ അല്ലേ എന്നല്ല വിഷയം. അവന്റെ ഒരു പറലായ ശുദ്ധീകരണത്തിൽ ഉപയോഗിച്ചതാണല്ലോ, അതുകൊണ്ട് പറ്റൂല എന്നാ. അതൊരു സൂക്ഷ്മതൊക്കെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞു വകതിരിവുള്ള കുട്ടിയോട് നിസ്കരിക്കാൻ വേണ്ടി പറയാം. വകതിരിവില്ലാത്ത കുട്ടിയെ ഒതിർത്താലോ? അപ്പൊ ഇനി വകതിരിവില്ലാത്ത കുട്ടി പിന്നെ എന്തിനാ നിസ്കരിച്ചണ്ടാന്നാണല്ലോ. ഏതായാലും തോവാപ്പ് ചെയ്യേണ്ടി വന്നാലോ? പലരും ചോദിക്കണല്ലോ, അവിടുന്ന് ചോദിക്കും, ഉസ്താദേ ഞാൻ പറമ്പിലാണുള്ളത്, അപ്പൊ ഞാനിപ്പോ തോവാപ്പ് ചെയ്യാൻ നിൽക്കുക, എൻ്റെ അടുത്ത് എൻ്റെ കുട്ടിയുണ്ട്, കുട്ടിക്ക് തോവാപ്പിട്ട അപ്പൊ ഞാൻ എന്താ വേണ്ടത്? കുട്ടിക്ക് തോവാപ്പിട്ടെങ്കിൽ കുട്ടിക്ക് ഒതെടുത്ത് കൊടുത്തോളണം എന്ന്. അത് ആ കുട്ടി അപ്പൊ ഒതെടുത്ത് കൊടുത്തു. നമ്മള് ഒതെടുത്ത് കൊടുത്താലേ ആ വെള്ളം പറ്റൂല. കുട്ടി നെയ്യത്ത് വെച്ചിട്ടുണ്ടാവില്ല, വകതിരിവായിട്ടില്ലല്ലോ. ഒന്ന് നെയ്യത്ത് കൊല്ലി എന്നാ ആ ഒതെടുത്ത വെള്ളം കൊണ്ട് പറ്റൂല. കാരണം അതൊരു പറലായ ശുദ്ധീകരണത്തിലാണ്. കുട്ടീനെ തവാഫ് ചെയ്യാൻ പോവാണ്. പിന്നെ അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മളെ പറലിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ചാലും കേട്ടോ. നീ നമ്മൾ ഉപയോഗിച്ചാലും അങ്ങനെ തന്നെ. ശേഷം അതിന്റെ വിശദീകരണം ഞാൻ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് പറയാം, എനിക്കവിടെ പറയാം. അപ്പൊ വെള്ളം ഇങ്ങനെ ചാടിയാല് ചാടുമ്പോ ശ്രദ്ധിച്ചോളണം എന്നാ. ഉതിർക്കുമ്പോളേ നമ്മളൊരു കൂട്ടോതുണ്ടാവും. കൂട്ടോതുണ്ടാവില്ലേ? മരിച്ചോടത്തേക്ക് പോകുമ്പോൾ പോലും നമ്മൾ ഉതിർക്കൂല. എടുക്കോ? നമ്മളൊരു വാസ്തവത്തിൽ മടിയന്മാരല്ലേ. ഞാൻ ഒതു മുറിയണവരെ പറ്റി ഞാൻ ചർച്ച ചെയ്തിട്ടില്ല കേട്ടോ. ചില ആളുകൾക്ക് ഒതു നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും ഇടക്കിടയ്ക്ക്. അവർക്ക് നടക്കേ അല്ലെങ്കിൽ എന്താവും കയറി ഇറങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ ഒതു നഷ്ടപ്പെട്ടേക്കാം. ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്. കീവാവ് പോയിട്ട് ഞാൻ അവരെ കുറിച്ചല്ല പറയുന്നത്. നമ്മളെപ്പോലുള്ള ആരോഗ്യം സൗകര്യമൊക്കെ ഉള്ള ആളുകൾ ഒന്ന് മരിച്ചോടത്തേക്കാ പോകണം, ഒരു ഒതു എടുത്തുകൊണ്ട് പോയിക്കൂടെ? എന്നിട്ട് എന്താവും ഈ മയ്യത്തെടുക്കാൻ അവിടെ പോയിട്ട് ഒരു തിരക്കലും ഒരു ഒതു എടുക്കാലും ഒരു കഴുകലുമാണേ കാരണം. നമ്മളിങ്ങനെ കഴുകുണ്ടാവും. അപ്പൊ മറ്റവങ്ങൾ മുഖം കഴുകുണ്ടാവും. ചിലരൊക്കെ ഏകദേശം മുഖം കഴുകുക, പിന്നെ ആ അടുത്ത തോട്ടം നനക്കേണ്ടി വരില്ല. അജാതിപ്പിച്ചിട്ടില്ലാണ് കയറി കണ്ടിട്ടില്ല. എന്നിട്ട് അടിച്ച് കയറ്റിയിട്ടേ
വെള്ളം മുക്കിയിട്ട് മുകളിൽ നിന്ന് വെച്ചിട്ട് താഴേക്ക് നേരെ ഒറ്റയാണ് വേണ്ടത് വാസ്തവത്തിൽ. ഇതാവുന്ന ഒരൊറ്റ അടിയാണ് കാരണം. അപ്പൊ ചുറ്റുഭാഗത്ത് തെറിച്ചിട്ടുണ്ടാവും, കണ്ടിട്ടില്ല. ഇനി ഉറ്റാണ് വെക്കുക, തിരക്കിലിങ്ങനെ ഒതെടുത്ത് കാണുന്നതാവും, ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ടാവും, ഇങ്ങനെ ഉറ്റുന്നുണ്ടാവും. അപ്പൊ എല്ലായിടത്തും ഉണ്ടാവും. നമ്മൾ ഊതെടുത്തിട്ട് എപ്പോഴും പോകണം. അവർക്ക് പിന്നൊന്ന് അടി കൊടുക്കണം. നമ്മൾ സ്ഥലം നോക്കി അടിച്ചാൻ വിട്ടാ ചിലപ്പം പോരാൻ തരാവൂല. ഞാൻ അങ്ങനത്തോരോട് പറയുന്നുണ്ട്, എൻ്റെ അടുത്ത് വന്നു നോണ്ടിന്ന് പറയലുണ്ട്.